നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഞാനൊരു നല്ല സായാഹ്നം ആശംസിക്കുകയാണ്. നമുക്ക് ഒരുപാട് വാർത്തകൾ വരുന്ന ഒരു മണിക്കൂർ കൂടിയാണ്. വേഗം തന്നെ വാർത്തകളിലേക്ക് കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിയാണെന്ന് SIT. ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് പ്രശാന്തിനെ പ്രതി ചേർത്ത വിവരം അറിയിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് അംഗം A അജികുമാറും പ്രതിയാകും. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ പ്രതികൾ ചെയ്തിട്ടുണ്ടെന്ന് SIT വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2025 സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ PS പ്രശാന്തിനെ കൂടി പ്രതി ചേർക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി CN പ്രകാശും ഡാനി പോളുമാണ് ചേരുന്നത് നമുക്കൊപ്പം. ആദ്യം CN പ്രകാശിലേക്ക്. പ്രകാശ്, 2025 എങ്ങനെയാണോ ഈ സ്വർണ്ണക്കൊള്ളയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് കാര്യങ്ങൾ നീണ്ടത്, സംശയങ്ങൾ ഉയർന്നത്, ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ PS പ്രശാന്ത് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. വലിയ നിർണായക നീക്കം SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്? ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജിയാണ് ഇന്നും പരിഗണനയ്ക്ക് വന്നത്. ജസ്റ്റിസ് രാജ വിജയരാഘവൻ, KV ജയകുമാർ ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് മുമ്പാകെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ ശശിധരൻ IPS ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് രാവിലെ സമർപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഇടക്കാല ഉത്തരവിലാണ് ഈ പരാമർശങ്ങൾ ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായ മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്പോൺസർ പങ്കജ് ഭണ്ഡാരി, ഒപ്പം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗം അഡ്വക്കേറ്റ് A അജിത് കുമാർ, ശ്രീ കണ്ഠരര് രാജീവര് തന്ത്രിയാണ് അദ്ദേഹം, ഒപ്പം രഞ്ജിലാൽ, തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ. ഈ 7 പേരുടെ പേരാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവരുടെ റോളുകൾ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ റോളുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിന്റെ ഭാഗമായി സമർപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ 7 പേർ സംശയ നിഴലിലാണ് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. മെമ്പറായിട്ടുള്ള സുന്ദരേശൻ, ദേവസ്വം സെക്രട്ടറി ബിന്ദു, മഹേഷ് മോഹനര്, സുനില, OS ബിജു എന്നിവരുടെ പേര് കൂടി ഇതിൽ പരാമർശിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർക്ക് രേണുക പറഞ്ഞ പോലെ തന്നെ ക്രിമിനൽ ഗൂഢാലോചന, ഒപ്പം തന്നെ വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ 316(2), 316(5), 336(2), 61(2), 35 BNS പ്രകാരമുള്ള കുറ്റം ചുമത്തിയതായും ഈ അന്വേഷണ സംഘം പറയുന്നുണ്ട്. അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത ജൂലൈ 20 ഇതുമായി ബന്ധപ്പെട്ട കേസ് വിശദമായി പരിഗണിക്കും. ഒപ്പം തന്നെ ജംഷഡ്പൂരിലുള്ള നാഷണൽ ലബോറട്ടറിയിലും വിക്രം സാരാഭായി ലബോറട്ടറിയിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നു വരികയാണ്. പരിശോധന ഫലം ഉടൻ തന്നെ ലഭ്യമാകുമെന്നും അന്വേഷണ പുരോഗതി റിപ്പോർട്ടിന്റെ ഭാഗമായി അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കുന്നുണ്ട്. തീർച്ചയായും എന്തായാലും SITയുടെ ഒരു നിർണായക നീക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുകയാണ്. ഇതുവരെ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ടുള്ള 2 കേസുകളായിരുന്നെങ്കിൽ മൂന്നാമതൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. അത് വിശ്വാസവഞ്ചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. അത് മറ്റൊരു ദേവസ്വം ബോർഡ് ഭരണസമിതിയെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഡാനി പോൾ കൂടി ചേരുകയാണ്. ഡാനി, നിർണായകമായ നീക്കം SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പ്രതിസ്ഥാനത്തേക്ക് വരുന്നു. PS പ്രശാന്ത് കൂടി ഉൾപ്പെടുന്നു. ഒപ്പം 2 ഭരണസമിതികളും പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് 2025 നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SIT നീക്കം നടത്തുന്നത്? രേണുക, SITയുടെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുന്നിൽ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശങ്ങളിലേക്ക് അടക്കം ഇക്കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് CPMന്റെ മറ്റൊരു ഭരണസമിതി കൂടി, CPM കാലത്തുണ്ടായിരുന്ന മറ്റൊരു ഭരണസമിതി കൂടി ഇതിൻ്റെ ഒരു പ്രതിപട്ടികയിലേക്ക് വരുന്നു. PS പ്രശാന്ത് കൂടി വരുമ്പോൾ മറ്റൊരു ഭരണസമിതി, മറ്റൊരു കാലയളവ് കൂടി ഇതിലേക്ക് വരുന്നു എന്നതാണ്. അപ്പോൾ കൂടുതലായും ഇതിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിൽ കുറേയധികം തെളിവുകളിലേക്ക് പോകാനായിട്ട് SITയുടെ അന്വേഷണത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്.
കാരണം അതിൽ ഓരോ കാര്യങ്ങളും അതിൽ അക്കമിട്ട് നിരത്തുന്നു. കാരണം ശബരിമല ദ്വാരപാലക സ്വർണ്ണക്കേസിൽ ഈ 7 പേരുടെ പ്രതിപ്പട്ടികയിൽ നേരത്തെ CN പ്രകാശ് പറഞ്ഞതുപോലെ 7 പേരുടെയും പങ്ക് തെളിയിക്കുന്നതായ സുശക്തമായ തെളിവുകൾ ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് SIT ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തത്. പ്രതികൾ മുൻകൂട്ടി ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു. ക്രിമിനൽ ബുദ്ധിയോടുകൂടി തന്നെയാണ് അത്തരമൊരു ഗൂഢാലോചന തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ആസൂത്രണങ്ങളെല്ലാം തന്നെ ഇവർ ഈ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു എന്നതാണ്. 2019 യഥാർത്ഥ സ്വർണ്ണ കവചം നീക്കം ചെയ്ത ബാക്കി സ്വർണം തട്ടിയെടുത്തതായും അത് മറച്ചുവെക്കാൻ 2023 വീണ്ടും ഗോൾഡ് പ്ലേറ്റിംഗ് എന്ന പേരിൽ ദ്വാരപാലകരെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ ഗൂഢാലോചന നടത്തിയതായും SIT ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് ഈ കാലയളവിൽ അത്രയും ഈ ക്രിമിനൽ സംഘങ്ങൾ കൃത്യമായ രീതിയിലുള്ള ഒരു ആസൂത്രണത്തോടെ പ്രവർത്തിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇക്കാര്യങ്ങളിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് 9 പേരുടെ കൂടി വിവിധ തസ്തികകളിൽ ആ കാലയളവിലുണ്ടായിരുന്ന മറ്റ് 9 പേരുടെ കൂടി ആ പങ്ക് കൂടി സംശയിക്കപ്പെടുന്നുണ്ട്. അവരെ കൂടി അന്വേഷണത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൂടി വ്യക്തമായ രീതിയിലേക്ക് അന്വേഷണം നടത്തണമെന്ന് പറയുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളത് കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ഇവരെ പ്രതിപ്പട്ടികയിലേക്ക് ചേർക്കാൻ ഒട്ടും മടി കാണിക്കേണ്ടതില്ല. ഇവർ പ്രതികൾ തന്നെയാണെങ്കിൽ ആ രീതിയിലേക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. വിദഗ്ധ പരിശോധന റിപ്പോർട്ട് അടക്കം ഇക്കാര്യങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ലഭ്യമാക്കി കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ഈ ബോർഡ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം സ്വർണം പൊതിഞ്ഞ ദ്വാരപാലകർ എന്നതിന് പകരം ചെമ്പ് പ്ലേറ്റുകൾ എന്ന് രേഖപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തു. അതെല്ലാം കൃത്യമായ ആസൂത്രണത്തോടെയാണ്, കൃത്യമായ ഗൂഢാലോചനയോടെയാണ് ഇത്തരം കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് മാത്രമെന്നത് ഇതിൽ പങ്ക് എന്ന് പറഞ്ഞു പോകാനാവില്ല. ഒരു കൂട്ടുത്തരവാദിത്തം ഇത്തരം കാര്യങ്ങളിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അവരുടെ പങ്ക് വിവിധ തലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി പുറത്തു വരേണ്ടതുണ്ട് എന്ന് കോടതി പറയുന്നു. ദേവസ്വം ബെഞ്ചിൻ്റെതാണ് ഈ നിഗമനങ്ങളും നീക്കങ്ങളും എല്ലാം തന്നെ വരുന്നത്. അതുകൊണ്ട് SITയോട് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ അടുത്ത തവണ കേസ് പരിഗണിക്കുന്ന വേളയിൽ ഈ നേരത്തെ ഈ സംശയിക്കപ്പെടുന്നവർ എന്ന് പറയുന്ന ആളുകൾ ഇവരുടെ കൂടിയുള്ള ഒരു പങ്ക് കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ അവരുടെ പങ്ക് കണ്ടെത്തി മറ്റ് അന്തിമമായ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മുൻ ബോർഡ് അംഗം സുന്ദരേശൻ, സെക്രട്ടറി ബിന്ദു, മഹേഷ് മോഹനർ, സുനില, OG ബിജു, ശ്രീനിവാസ, ഹേമന്ത്, പാണ്ഡുരംഗ നാഗഗോവർദ്ധൻ, അദ്ദേഹം സ്വർണ്ണ വ്യാപാരിയാണ്, VS രാജേന്ദ്ര പ്രസാദ് എന്നിവരെയാണ് ഇത്തരം ഈ സംശയാസ്പദമായ ഒരു സാഹചര്യങ്ങളിൽ നിലവിലുള്ളത്. ഇവർക്കെതിരായ കൂടിയുള്ള അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നത് ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദഗ്ധ പരിശോധനാ റിപ്പോർട്ടുകൾ അടക്കം ലഭ്യമാകാനുണ്ട്. അത് വിവിധ ലാബുകളിലെ നാഷണൽ ലാബുകളിലേക്ക് അയച്ചതാണ്. അതിൻ്റെ കൂടി ഫലം കൂടി വരാനുണ്ട്. ഇതിനുശേഷമായിരിക്കും ഇതൊരു അന്വേഷണത്തിൻ്റെ അതൊരു പൂർണ്ണ തോതിൽ എത്തുക എന്നത് പറഞ്ഞിരിക്കുന്നത്. 2025 ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണമെങ്കിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാമെന്ന ഒരു നിർദ്ദേശമടക്കം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഏതായാലും ഇത് അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിലുള്ള ഈ പ്രതിപട്ടിക അതോടൊപ്പം തന്നെ സംശയിക്കപ്പെടുന്നവരുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വിവിധ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം പൂർത്തിയാക്കിക്കൊണ്ട് വേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന രീതിയിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഓർക്കുക, ഇതിലിപ്പോൾ ഈ കഴിഞ്ഞ കാലയളവിൽ ആസൂത്രിതമായ ഒരു സ്വർണ്ണ കവർച്ച തന്നെ ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നു എന്നത് അക്കമിട്ട് നിരത്തുന്നതാണ്, കൃത്യമായി അടയാളപ്പെടുത്തുന്നതാണ് SITയുടെ ഈ ഒരു അന്വേഷണ റിപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായും ആ ഗൗരവം അതിനുണ്ട്. ഡാനിപ്പോൾ നോക്കൂ, ഇതിപ്പോൾ 3 ഭരണസമിതികൾ LDF കാലത്തേത് ആരോപണ നിഴലിലാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഭരണസമിതിയും അതിൽ പെടുന്നു. ഒപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തും പ്രതി ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യം അതീവ ഗൗരവമാണ്. മാത്രവുമല്ല, നമുക്കറിയാം ഈ കേസിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. കോടതി തന്നെ ഈ കാലതാമസം അതുകൊണ്ട് തന്നെ ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇതിന്റെ അന്വേഷണ കാലയളവിൽ. ഇപ്പോൾ കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം എന്താണ്? കൂടുതൽ സമയം SITക്ക് നൽകി കൂടുതൽ വിപുലമായ ഒരു അന്വേഷണത്തിനുള്ള നീക്കം തന്നെയാണോ നടക്കുന്നത്?
കൃത്യമായ രീതിയിൽ തന്നെ, അതായത് സംശയിക്കപ്പെടുന്ന ആളുകളുടെ കൂടി പേരുവിവരങ്ങളും അവരുടെ തസ്തികകളും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്ന രീതിയിലാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇവരുടെ പങ്കുകൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ലാബിൽ അയച്ച റിസൾട്ടുകൾ കൂടി, അതിൻ്റെ പരിശോധന ഫലം കൂടി വരാനുണ്ട്. അത്തരം ഫലം കൂടി വരുമ്പോൾ അതുകൂടി അനലൈസ് ചെയ്യണം, അതുകൂടി വിശദമായ രീതിയിലേക്ക് പരിശോധിക്കപ്പെടണം. ഇവരുടെ കാലയളവിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് പരിശോധിക്കപ്പെടണം. ഇപ്പോൾ സംശയിക്കപ്പെടുന്ന പേരുകാർക്ക് എത്രമാത്രം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അവരുടെ ഒരു ഇൻവോൾവ്മെൻ്റ് അത് എത്രമാത്രം ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിനുശേഷം ഏറ്റവും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അന്തിമ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ഒരുപക്ഷെ പ്രതിപട്ടികയിലേക്ക് ഇനിയും ആളുകൾ വന്നുകൂടായില്ല എന്ന് തന്നെയാണ് നിലവിലെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം 8ഓളം പേരുടെ പേരുകൾ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രവുമല്ല, നിലവിലുള്ള പ്രതികൾ അവർ വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമക്കൽ, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ വളരെ സുപ്രധാനമായ വകുപ്പുകളാണ് അവർക്കെതിരെ അടക്കം ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലെല്ലാം തന്നെ വീണ്ടും ഈ കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം എത്തിയേക്കാം. എത്രയും പെട്ടെന്ന് ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി തന്നെയാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 7 പേജുകളുള്ള ഈ ഹൈക്കോടതി ഉത്തരവിൽ പ്രധാനമായും SIT പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ കോടതി ഉദ്ധരിച്ചിരിക്കുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന രീതിയിൽ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആസൂത്രിതമായ കവർച്ച ഇതിൽ നടന്നിട്ടുണ്ട് എന്നത് പറയുന്നു. പ്രത്യേകിച്ച് ഈ സ്വർണം പൂശുക എന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ വ്യക്തമായ രീതിയിലുള്ള ആലോചനകൾ ഇവർ നടത്തിയിരിക്കുന്നു, ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. ഈ 40 വർഷം വാറണ്ടി എന്നതെല്ലാം തന്നെ നൽകിയിരിക്കുന്നതെല്ലാം വളരെ വ്യാജമായ രീതിയിലുള്ളതായിരുന്നത്, ചിലരുടെ ഒത്താശയോടുകൂടി മാത്രം നടന്ന കാര്യങ്ങളായിരുന്നു എന്നതടക്കം ഇതിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. രേണുക. ശരി, ഡാനിപ്പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. 2019 കവർച്ചയുടെ തുടർച്ച തന്നെയാണ് 2025 നടന്നത് എന്നതാണ് SIT സംശയിക്കുന്നത്, ചൂണ്ടിക്കാട്ടുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മൂന്നാമതൊരു കേസ് കൂടി എടുക്കുന്നതും PS പ്രശാന്തിനെ പ്രതി ചേർക്കുന്നതും. എന്തായാലും വളരെ ഗൗരവതരത്തിൽ തന്നെ ആ കേസിനെ കാണുന്നു. അങ്ങനെ അതിൻ്റെ അന്വേഷണം നീളുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇനി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ അവിടെ കാണുന്നത് വലിയ രീതിയിലുള്ള ഒരു തരത്തിലും ഒരു കോർപ്പറേഷൻ ഭരണത്തിന് യോജിക്കാത്ത തരത്തിലുള്ള നീക്കങ്ങളാണ്. ഇന്നൊരു അവിശ്വാസം കൊണ്ടുവരും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അത് LDF പിന്തുണയ്ക്കുന്നില്ല എന്നൊരു സാഹചര്യം വന്നതോടുകൂടി അതിനുള്ള സാധ്യതകളൊക്കെ മങ്ങി. അതിനുശേഷം പക്ഷേ കൗൺസിൽ യോഗത്തിൽ വലിയ കയ്യാങ്കളിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. മേയറുടെ ഡയസിന് സമീപം പ്രതിഷേധവുമായി LDF കൗൺസിലർ എത്തുന്നത് കണ്ടു. തുടർന്ന് യോഗ അജണ്ടയിലെ എല്ലാ തീരുമാനങ്ങളും പാസാക്കിയതായി അറിയിച്ചുകൊണ്ട് മേയർ VV രാജേഷ് കൗൺസിൽ അവസാനിപ്പിക്കുകയായിരുന്നു. കൗൺസിൽ യോഗത്തിന് ശേഷം UDF BJP കൗൺസിലർമാർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. ഹാജർ ഒപ്പിടാൻ അനുവാദം നൽകിയെന്ന പരാതിയുമായി UDF കൗൺസിലർമാർ എത്തിയതോടെയാണ് ഹാജർ രജിസ്റ്ററിനായി പിടിവലി ഉണ്ടാവുകയും പിന്നീട് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും ചെയ്തത്. കോർപ്പറേഷൻ ഭരിക്കുന്നതിനായി ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച ജനപ്രതിനിധികളാണ് കൗൺസിലിന്റെ നടുമുറ്റത്ത് ഈ രീതിയിൽ കയ്യാങ്കളിയിലും വാക്കേറ്റത്തിലും ഏർപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ കയ്യാങ്കളി നമ്മൾ കണ്ടതാണ്. മേയർ VV രാജേഷിന്റെ കാൽ പ്ലാസ്റ്റർ ഇടേണ്ടുന്ന സാഹചര്യം വരെ എത്തി. തല പൊട്ടിയ LDF കൗൺസിലറെ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ ശേഷം നടന്ന കൗൺസിൽ യോഗമാണ് ഇപ്പോൾ ഈ രീതിയിൽ വലിയ സംഘർഷത്തിലേക്കും കയ്യാങ്കളിയിലുമൊക്കെ കാര്യങ്ങൾ നീണ്ടത്. ഈ രജിസ്റ്ററിനായി വലിയ പിടിവലി തന്നെ അവിടെ നടന്നു. കൗൺസിലർമാരായ ശബരിനാഥും ചെമ്പഴന്തി ഉദയനും തമ്മിൽ വാക്കേറ്റമുണ്ടായി. BJP കൗൺസിലർമാർ ചൂടുവെള്ളം മുഖത്തൊഴിച്ചു എന്ന് വൈഷ്ണ സുരേഷ് ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രതിപക്ഷ കൗൺസിലർമാർ അറ്റൻഡൻസ് രജിസ്റ്റർ നശിപ്പിക്കാൻ ശ്രമിച്ചതാണ് കൗൺസിലിൽ സംഘർഷത്തിന് കാരണമായതെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് ആരോപിക്കുകയും ഒക്കെ ചെയ്തു. എന്തായാലും വലിയ രീതിയിലുള്ള പിടിവലിയും സംഘർഷവും ഒക്കെയാണ് കോർപ്പറേഷനിൽ നടന്നത്. ഈ തിരുവനന്തപുരം
കോർപ്പറേഷനിലെ BJP UDF അംഗങ്ങൾ തമ്മിലാണ് ഈ കയ്യാങ്കളി ഉണ്ടായത്. UDF അംഗങ്ങളുടെ പ്രതിഷേധത്തിനിടെ അജണ്ടകൾ പാസാക്കിയാണ് കൗൺസിൽ യോഗം പിരിഞ്ഞത്. അതിന് പിന്നാലെയായിരുന്നു ഈ വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീണ്ടത്. ഈ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതോടെയാണ് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീണ്ടത്. കാപ്പ കേസിൽ ജയിലിലുള്ള BJP കൗൺസിലർ ആർ സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പിന്നീട് നീണ്ടു. പരസ്പരം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് BJP LDF കൗൺസിലർമാർ പ്രതിഷേധിക്കുകയായിരുന്നു. ഈ ഹാജർ രജിസ്റ്റർ ഇന്നത്തെ ഈ സംഘർഷത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറി. LDF കൗൺസിലർമാർ തമ്മിൽ LDF BJP കൗൺസിലർമാർ തമ്മിൽ അതിനുവേണ്ടിയാണ് പിടിവലി ഉണ്ടായത്. ഈ തുടർച്ചയായി 3 തവണ ഹാജരാകാതിരുന്നാൽ ഈ അംഗത്വം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ സുഗതന്റെ പേരെഴുതി ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ ആ നിലയിലേക്കൊക്കെ എത്തിയത്. അതുകൊണ്ടാണ് ഈ രജിസ്റ്ററിനായുള്ള വലിയ പിടിവലി ഇന്ന് അവിടെ നടന്നതും വലിയ കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. കഴിഞ്ഞ 2 യോഗങ്ങളിൽ തുടർച്ചയായി ഹാജരാകാൻ സുഗതന് കഴിയാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു യോഗത്തിൽ കൂടി പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യനാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ഈ രജിസ്റ്ററിനായുള്ള വലിയ പിടിവലി അവിടെ നടന്നത്. ഡാൻ കുര്യൻ എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, എന്തൊക്കെയാണ് ഒരു തരത്തിലും ഒരു കോർപ്പറേഷൻ ഭരണസമിതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്തതൊക്കെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കാണുന്നത്. വലിയ രീതിയിലുള്ള കയ്യാങ്കളിയിലേക്കും സംഘർഷത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നത് കാണുന്നു. എന്തൊക്കെയാണ് സംഭവിച്ചത്? 40 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ചേർന്ന തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിൽ യോഗമാണ് സംഘർഷഭരിതമായ നാടകീയമായ രംഗങ്ങൾക്ക് വേദിയായി മാറിയത്. കൗൺസിൽ യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ മേയർ VV രാജേഷിന്റെ ചേംബറിനടുത്തേക്ക് പ്രതിഷേധവുമായി LDF കൗൺസിൽ അംഗങ്ങൾ എത്തിയതോടെയാണ് ഈ സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ തുടങ്ങിയത്. അതിന് പിന്നാലെ 700-ലധികം വിഷയങ്ങൾ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്ന 700-ലധികം വിഷയങ്ങൾ പാസാക്കിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് മേയർ ചേംബറിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഹാജർ രജിസ്റ്ററിൽ ഒപ്പുവെക്കാനായി ഒരേ സമയം BJP അംഗങ്ങളും UDF അംഗങ്ങളും നടത്തിയ നീക്കം വലിയ തർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും സംഘർഷത്തിലേക്കും വഴിമാറുകയായിരുന്നു. അതിനിടെ BJP അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് UDF കൗൺസിലർമാർക്ക് നേർക്ക് തിളച്ച വെള്ളമൊഴിച്ചുവെന്ന് ആരോപിച്ച തങ്ങൾക്ക് സമീപമുണ്ടായിരുന്ന ചൂടുവെള്ളം തിരിച്ചും ഒഴിക്കുന്ന തരത്തിലേക്ക് വരെ ഈ സംഘർഷങ്ങൾ മാറി. പിന്നീട് അത് കയ്യേറ്റവും വാക്ക് തർക്കവുമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. UDF കൗൺസിലർ ശബരിനാഥനും നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയനുമായി വലിയ വാക്ക് തർക്കവും ഒടുവിലത് കയ്യേറ്റവുമായി മാറുന്ന തരത്തിലേക്ക് വരെ സംഘർഷങ്ങൾ നീളുന്നതാണ് നഗരസഭയുടെ കൗൺസിൽ ഹാളിൽ കണ്ടത്. പിന്നീട് മുതിർന്ന നേതാക്കളും കൗൺസിലർമാരും ഇടപെട്ടാണ് ഇരുവരെയും അവിടെ നിന്ന് പിടിച്ചു മാറ്റിയത്. അതേസമയം ബോധപൂർവം ഈ സംഘർഷത്തിന് വേദിയൊരുക്കുകയായിരുന്നു BJP എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് LDF കൗൺസിലർമാരും UDF കൗൺസിലർമാരും രംഗത്തെത്തി. BJP കൗൺസിലർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വന്ന് ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ബലാത്കാരമായി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി. ഞങ്ങളെ ഞാൻ ചോദിക്കട്ടെ, കൗൺസിൽ കൂടി കഴിഞ്ഞാൽ അതിൽ കൗൺസിലർമാർ ഒപ്പിടുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് BJPയുടെ മേയർ ശ്രീ VV രാജേഷ് ഇവിടെ വ്യക്തമാക്കണം. അത് വ്യക്തമാക്കിയതിനു ശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഒരാൾ പോലും അതിൽ ഒപ്പിട്ടിട്ടില്ല. ഒരാൾ പോലും ഒപ്പിടാത്ത തരത്തിൽ വളരെ നിഗൂഢമായി അവർ തീരുമാനിച്ച് ചർച്ച ചെയ്ത് വന്നതാണ്. വന്നിരുന്ന ഉടനെ കൗൺസിൽ കൂടി 400ഓളം വിഷയങ്ങൾ ഉള്ളപ്പോൾ ആ അജണ്ട ചർച്ച ചെയ്യാതെ പാസ്സാക്കി ഞങ്ങളെ ഒപ്പിടാൻ സമ്മതിച്ചിട്ടില്ല. അതേസമയം ഇത്തരമൊരു സാഹചര്യം ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങളാണ് ഇന്ന് നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായതെന്നും കുറ്റക്കാരായവർക്കെതിരെ കൃത്യമായ നടപടി ഉറപ്പുവരുത്തുമെന്നും മേയർ VV രാജേഷ് പ്രതികരിച്ചു. രജിസ്റ്റർ വലിച്ചു കീറിക്കൊണ്ടല്ല പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത്, ജനാധിപത്യത്തിൽ അങ്ങനെയല്ല പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവിടെ ഒരിക്കലും ഒരു കൗൺസിലിനകത്ത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യം അവിടെ കണ്ടത്, അറ്റൻഡൻസ് രജിസ്റ്റർ ഒരു കൗൺസിൽ അംഗത്തിന് ഒപ്പിടാൻ കൊടുത്താൽ അദ്ദേഹം ഒപ്പിട്ടിട്ട് അത് കൊടുത്ത ഉദ്യോഗസ്ഥന്റെ കയ്യിൽ അല്ലെങ്കിൽ ജീവനക്കാരുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കണം, അല്ലെങ്കിൽ അടുത്ത കൗൺസിലർക്ക് ഒപ്പിട്ട് പാസ് ചെയ്യണം. ഇപ്പോ അവിടെ ഒരു വലിയൊരു പ്രദർശനം നടന്നു. ഈ അറ്റൻഡൻസ് രജിസ്റ്റർ ഒരിക്കലും രഹസ്യ വസ്തുവല്ല. ആ അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ ചില പേജുകൾ നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. ചിലർ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിക്കുന്നത് കണ്ടു. അപ്പൊ ഇതിൽ ഓരോരുത്തരും ഒപ്പിടുന്ന ഓരോ ടൈപ്പ് പെണ്ണുകൊണ്ടാണ്. അതിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഇത് നാളെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കേണ്ട രേഖയാണ്. ഇതൊരു ആധികാരികമായ ഒരു രേഖയാണ്. അപ്പോൾ
അത് എന്റെ കയ്യിൽ ഒപ്പിടാൻ ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒപ്പിടുക, ഒന്നുകിൽ ഉദ്യോഗസ്ഥരെ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അടുത്ത ഒപ്പിടാൻ ആളുടെ കൊടുക്കുക. അതാണല്ലോ ജനാധിപത്യത്തിൽ മര്യാദ. അല്ലാതെ ആ അറ്റൻഡൻസിനെ കൊടുക്കില്ല, മറ്റാർക്കും ഒപ്പിടാൻ കൊടുക്കില്ല എന്ന് വച്ചിരിക്കുകയും അതിന് ഡാമേജ് വരുത്തുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് അത് ഒരിക്കലും തന്നെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. സംഘർഷത്തിനിടെ പരിക്കേറ്റ കൗൺസിലർമാർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അതോടൊപ്പം പോലീസിനും നഗരസഭയുടെ സെക്രട്ടറിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതി നൽകുമെന്നാണ് UDF കൗൺസിലർമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുഗതനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രതിഷേധങ്ങളാണ് ഇങ്ങനെ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് സഭാ നടപടികളെ എത്തിച്ചത്. അതുകൊണ്ട് സുഗതന് കോടതിയുടെ അനുമതിയോടെ പുനഃസത്യപ്രതിജ്ഞ ചെയ്യാൻ നഗരസഭയിലേക്ക് എത്തിയാലും ഒരു തരത്തിലും അതിനെ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ LDFും UDFും. ഞാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള കയ്യാങ്കളിയിലേക്കാണ് കോർപ്പറേഷൻ കൗൺസിൽ യോഗം 40 ദിവസത്തിന് ശേഷം ചേർന്ന കൗൺസിൽ യോഗം നീങ്ങിയിരിക്കുന്നത്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം, അതിനുശേഷം ഫോക്കസ് വാർത്തകളിലേക്ക് എത്താം. വീര്യം കുറഞ്ഞ മദ്യം, PM ശ്രീ, കരിമണൽ, എല്ലാത്തിലും പറഞ്ഞത് വിഴുകുന്ന UDF സർക്കാരിനെയും മുഖ്യമന്ത്രിയും ഇനിയും പിന്നോട്ടില്ല. ന്യായീകരണങ്ങൾ തുടരുകയാണ്. ഒടുക്കം പദ്ധതി തുടരാൻ നിർബന്ധിതരാകുന്നത് LDF സർക്കാർ PM ശ്രീ ഒപ്പിട്ട് പണം വാങ്ങിയതുകൊണ്ടെന്ന് പറഞ്ഞവർക്ക് അത് തിരുത്തേണ്ടി വന്നിരിക്കുന്നു. തങ്ങൾ അധികാരത്തിൽ വന്നാൽ പദ്ധതി നടപ്പാക്കില്ലെന്നും അറബിക്കടലിൽ ഒഴുക്കുമെന്നുമാണ് UDF നേതാക്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ അവർ കരാറിൽ നിന്ന് പിന്മാറില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തങ്ങൾ അധികാരത്തിൽ വന്നാൽ പദ്ധതി നടപ്പാക്കില്ലെന്നും അറബിക്കടലിൽ ഒഴുക്കുമെന്നും UDF നേതാക്കൾ പറഞ്ഞിരുന്നതാണ്. എന്നാൽ അധികാരത്തിലെത്തി 1 മാസം തികയും മുൻപ് പദ്ധതിയുമായി മുന്നോട്ടെന്ന് പ്രഖ്യാപിച്ചു. മുന്നോട്ട് പോകാൻ നിർബന്ധിതമാകുന്നു എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്. കാരണം പദ്ധതി ഒപ്പിട്ട് LDF സർക്കാർ പണം വാങ്ങി, ഇനി പിന്മാറാൻ കഴിയില്ല. PM ശ്രീയുടെ പണം LDF സർക്കാർ വാങ്ങിയിട്ടില്ല എന്നും വാങ്ങിയത് സമഗ്ര ശിക്ഷാ അഭിയാന്റെ പണമാണെന്നുമുള്ള വസ്തുത വ്യക്തമായിരിക്കെ മുഖ്യമന്ത്രിയും UDF നേതാക്കളും ഈ കളവ് ആവർത്തിക്കുകയായിരുന്നു. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന് ഇത് സഭയിൽ തന്നെ തിരുത്തി പറയേണ്ടി വന്നിരിക്കുന്നു. അപ്പോഴും പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടി വന്നതിന്റെ പഴി LDFന് തന്നെയാണ്. PM ശ്രീയിൽ ഒപ്പിടാൻ ഇടത് സർക്കാർ നിർബന്ധിതമായെന്നും വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ ഇന്ന് സഭയിൽ പറയുകയാണ്. LDF സർക്കാർ PM ശ്രീ കരാറിൽ ഒപ്പിട്ടപ്പോൾ ലഭിച്ചത് PM ശ്രീ ഫണ്ട് അല്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഒടുവിൽ വ്യക്തമാക്കുന്നുണ്ട്. 99 കോടി രൂപ ലഭിച്ചത് SSK ഫണ്ടാണെന്ന് നിയമസഭയിൽ മന്ത്രി പറയുന്നു. നിയമസഭയിലെ ചോദ്യോത്തര വേളയിൽ പ്രവീൺ കുമാർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2000 കോടി രൂപയോളം സംസ്ഥാനത്തിന് നഷ്ടമാകുമെന്നും മന്ത്രി പറയുന്നു. കേരളത്തിന് അർഹതപ്പെട്ട 1151 കോടി രൂപ കേന്ദ്രം തടഞ്ഞുവെച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കരാറിൽ ഒപ്പിടുന്ന സമയത്ത് ചർച്ചകൾ നടന്നതായി ഒരിടത്തും കാണുന്നില്ലെന്നും ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ചകൾ നടന്ന് മുന്നോട്ടു പോകാമെന്നാണ് സർക്കാരിന് ഉപദേശം നൽകിയതായി കാണുന്നുണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം സംസ്ഥാനത്തിനില്ല, പിന്മാറാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനാണ്. പദ്ധതിയിൽ 40% കേരളവും 60% കേന്ദ്രവുമാണ് ഫണ്ട് നൽകുന്നതെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി സഭയിൽ കാര്യങ്ങൾ വിശദമാക്കുമ്പോൾ 2 കാര്യങ്ങളിലാണ് വ്യക്തത വരുത്തുന്നത്. അത് LDF സർക്കാർ PM ശ്രീയുടെ ഫണ്ട് വാങ്ങിയിട്ടില്ല എന്നതാണ് ഒന്ന്. മറ്റൊന്ന്, ഇത് സർക്കാർ LDF സർക്കാരും ഫണ്ട് കിട്ടാത്തതിനെ തുടർന്ന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ നിർബന്ധിതരാകുകയായിരുന്നു എന്നതുമാണ്. പക്ഷേ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇതല്ല ഇവർ പറഞ്ഞതെന്നത് കൂടി ഓർക്കണം. സഭയിൽ മന്ത്രി പറഞ്ഞതൊന്ന് കേൾക്കാം. ഈ കരാറ് കഴിഞ്ഞ ഗവൺമെന്റ് ഒപ്പിട്ട കരാറിന്റെ സവിശേഷത എന്ന് പറയുന്നത് അതിൽ സംസ്ഥാനത്തിന് പിന്മാറാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. യൂണിലേറ്ററലാണ്. പിന്മാറാനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രം നിക്ഷിപ്തമായി കൊടുത്തിരിക്കുകയാണ്. പിന്നെ അതുകൊണ്ടുണ്ടാകാവുന്നതെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഉണ്ടാകാവുന്നത് അതുവഴി കിട്ടാവുന്ന ഒരു എമൗണ്ട് 152 ബ്ലോക്കുകളിൽ 304 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം 3 വർഷം വെച്ച് കിട്ടുമ്പോൾ ഒരു 900 കോടിയിൽ പരം 1000 കോടിയിൽ താഴെ രൂപ ആ ഇനത്തിലും, പിന്നെ അന്യായമായി ഇത് ഒപ്പിടാത്തതിന്റെ പേരിൽ മറ്റ് കേന്ദ്ര ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണല്ലോ. കഴിഞ്ഞ സർക്കാർ ഒപ്പിടാൻ നിർബന്ധിതമായത് ആ ഫണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോ ആ ഇനത്തിൽ ഇവിടെ SSKക്ക് ലഭിക്കാനുള്ള
1100 ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1150 കോടി രൂപയും കിട്ടാതെ പോകുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോ ഒപ്പിടാത്തതിന്റെ പേരിൽ 2000-ഓളം കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടമാകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ 2000 കോടിയുടെ നഷ്ടം ഒഴിവാക്കാനാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് ഈ മന്ത്രി വിശദീകരിക്കാൻ ശ്രമിച്ചത്. നമുക്കറിയാം, UDF വലിയ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുമ്പോൾ ലീഗ് നേതാക്കൾ ഏറ്റവും ശക്തമായി ഈ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ രംഗത്ത് വന്നവരാണ്. KM ഷാജിയുടെയൊക്കെ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പദ്ധതിയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ കേന്ദ്ര ഫണ്ടുകൾ അന്യായമായി തടഞ്ഞുവെക്കപ്പെട്ടു എന്നത് UDF സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഈ ഫണ്ടുകൾ പ്രതീക്ഷിച്ച് തന്നെയാണ് കഴിഞ്ഞ സർക്കാരും ഒപ്പിടാൻ നിർബന്ധിതമായതെന്നാണ് മന്ത്രി പറയുന്നത്. എന്നാൽ കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നത് വളരെ വ്യക്തമായി തന്നെ സഭയിൽ ഷംസുദ്ദീൻ പറയുന്നുമുണ്ട്. SSK ഫണ്ട് തടഞ്ഞുവെച്ച് വരിഞ്ഞു മുറുക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിരുന്നത്. ഈ പ്രതിസന്ധി ഒഴിവാക്കാനാണ് PM ശ്രീ ധാരണാപത്രം LDF ഒപ്പിട്ടത്. എന്നാൽ ഒരു നടപടിയുമായി പിന്നീട് മുന്നോട്ട് പോയില്ല. ഒരു മാസത്തിനകം തന്നെ CPIയുടെ എതിർപ്പിനെ തുടർന്ന് ആ ധാരണാപത്രം പൂർണ്ണമായും മരവിപ്പിക്കുന്ന നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചത്. പദ്ധതിയുമായി ഉയർന്ന ആക്ഷേപങ്ങൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാമെന്ന് അന്നത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സർക്കാർ കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തു. കേന്ദ്ര സംസ്ഥാന തലത്തിൽ വിവിധ നടപടികൾ ഈ പദ്ധതിയുടെ നടത്തിപ്പിനാവശ്യമാണ്. സ്കൂൾ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഒരു നടപടിയും മുന്നോട്ട് പോയിരുന്നില്ല. എന്നിട്ടും നിർബന്ധിതമാകുന്നു എന്ന ന്യായമാണ് UDF ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ ഇവയാണ്. ധാരണാപത്രം ഒപ്പിട്ടതുകൊണ്ട് മാത്രം പദ്ധതി നടപ്പിലാകാതാകുമോ? കേന്ദ്രം എന്തെങ്കിലും പ്രത്യേക അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ടോ? പിന്മാറാൻ കഴിയില്ലെന്ന നിയമോപദേശം സർക്കാരിന് കിട്ടിയിട്ടുണ്ടോ? ഇതൊന്നും സർക്കാർ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. പദ്ധതിയിൽ നിന്ന് പിന്മാറില്ലെന്നും മുന്നോട്ട് പോകുമെന്നും പ്രഖ്യാപിക്കുമ്പോൾ എന്തിനാണ് മന്ത്രിതല ഉപസമിതി എന്ന ചോദ്യവും ഉയരുന്നു. ഉപസമിതിയെ നോക്കുകുത്തിയാക്കിയാണോ ഈ നീക്കം എന്നതും ചോദ്യമായി ഉയരുന്നു. അത് ഒരു പ്രഹസനമായിരുന്നോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഈ വിഷയത്തിൽ വി മുരളീധരന്റെ പ്രതികരണം കൂടി നമുക്കൊന്ന് കാണാം. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ കരിക്കുലത്തിൽ ഇടപെടില്ല എന്നതാണ് വി മുരളീധരൻ MLA ഇന്ന് പറയുന്നത്. NCERT ആണ് കരിക്കുലം തയ്യാറാക്കുന്നത്. കരിക്കുലത്തിൽ മാറ്റം വരുത്താനുള്ള പദ്ധതിയല്ല PM ശ്രീ. സങ്കുചിത രാഷ്ട്രീയ താൽപര്യം വെച്ച് കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കരുത്. തമിഴ്നാടും കർണാടകയും ഒഴികെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെന്നും വി മുരളീധരൻ പറയും. ഈ PM ശ്രീ പദ്ധതിയിൽ ഒരു തരത്തിലുള്ള കരിക്കുലത്തിൽ മാറ്റം വരുത്താനുള്ള പദ്ധതിയല്ല. എന്താ പറയുന്നത്? ഇംപ്രൂവിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, സ്മാർട്ട് ക്ലാസ് റൂംസ്, ലബോറട്ടറീസ് ആൻഡ് ലൈബ്രറീസ്. അവിടെ എവിടെയാ ഈ കരിക്കുലത്തിന്റെ കാര്യം? ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഗ്രീൻ സ്കൂൾസ്, സ്കൂൾസ് ആസ് മെന്റേഴ്സ് ഓഫ് നെയ്ബറിംഗ് സ്കൂൾസ്. ഇതിലെവിടെയാ ഈ കരിക്കുലം? കരിക്കുലം ഒന്നും കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വിഭാവനം ചെയ്തിട്ടേ ഇല്ല. കരിക്കുലം എല്ലാ കാലത്തും NCERTയുടെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, ആ കരിക്കുലം ഫ്രെയിംവർക്ക് PM ശ്രീ ഉണ്ടായാലും ഇല്ലെങ്കിലും അതിന് NCERTക്ക് ഒരു റോളുണ്ട്, സംസ്ഥാനത്തെ SCERTക്ക് റോളുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കരിക്കുലം ഉണ്ടാകുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഈ കേരളത്തിലെ ഈ ചർച്ചകള് സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക്, രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കരുത് എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇവിടെ കരിക്കുലത്തിൽ ഇടപെടില്ല എന്നത് വി മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നത് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കരുത് എന്നതാണ്. പക്ഷേ ആ വി മുരളീധരൻ എന്തിനാണ് സങ്കുചിത രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് PM ശ്രീയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ മറ്റു ഫണ്ടുകൾ വരെ കേന്ദ്ര സർക്കാർ പിടിച്ചു വെച്ചത് എന്ന കാര്യത്തിൽ യാതൊരു കാര്യവും വിശദീകരിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അത്തരം സമീപനങ്ങൾ തുടരുന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഇപ്പോഴും LDF സർക്കാരും UDF സർക്കാരും ഇതിൽ ഒപ്പിടേണ്ടി വന്ന സാഹചര്യങ്ങൾ, ഇത് തുടരേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിശദീകരിക്കുന്നത് ഫണ്ടിന്റെ അപര്യാപ്തതയാണ്. കേന്ദ്ര സർക്കാർ PM ശ്രീയുടേത് മാത്രമല്ല മറ്റ് ഫണ്ടുകൾ പോലും പിടിച്ചു വെച്ചുകൊണ്ട് ഇതിനു വേണ്ടി ഉള്ള സമ്മർദ്ദം തുടരുന്നു എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അവിടെ BJPയുടെ MLAക്ക് മറുപടി ഇല്ലാതായി പോകുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. എന്തുകൊണ്ട് അത്തരം സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു? എന്തായാലും UDF സർക്കാരിന്റെ ഈ നയപരമായ തീരുമാനം അല്ല എങ്കിൽ, നയപരമായി തീരുമാനിച്ചാൽ മാത്രമേ UDF സർക്കാരിന് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതുള്ളൂ.
അത് നടപ്പിലാക്കേണ്ടതുള്ളൂ. അത് അവർ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം പല കാര്യങ്ങൾ. ഇപ്പോൾ സാമ്പത്തിക ബാധ്യത, സാമ്പത്തിക ഞെരുക്കം, മറ്റ് ഫണ്ടുകൾ ലഭിക്കാത്ത സാഹചര്യം പോലും എങ്ങനെ മറികടക്കണമെന്നത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിയമ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉപദേശിച്ചവരാണ്. പക്ഷേ ഭരണത്തിലേറുമ്പോൾ അവർ അതെല്ലാം വിഴുങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ലീഗിൻ്റെ മന്ത്രി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്ന കാര്യം പറയുന്നു. അപ്പോൾ അത് നയപരമായ തീരുമാനം ആണ് എന്ന് വ്യക്തമാവുകയാണ്. നമുക്കറിയാം തമിഴ്നാട്ടിലെ TVK സർക്കാരിൻ്റെ ഈ വിഷയങ്ങളിലുള്ള നിലപാട് എന്താണ് എന്നത് നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടെ അവർ അക്കാര്യങ്ങളൊക്കെയും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നയം മാറ്റമാണ് ഇവിടെ UDF-നെ ബാധിച്ചിരിക്കുന്നത്. ഈ നയം മാറ്റത്തിന് അവരെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നതാണ് വ്യക്തമാക്കേണ്ടത്. മന്ത്രിസഭാ ഉപസമിതി അവരെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണോ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിയും ഇപ്പോൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭാ ഉപസമിതി കണ്ണിൽ പൊടിയിടാനാണോ എന്നും ചോദിക്കേണ്ടി വരും. നയമാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. U-ടേണുകളെക്കുറിച്ച്, നിലപാട് മാറ്റത്തെക്കുറിച്ച്. പ്രതിപക്ഷത്തിരിക്കുമ്പോഴും പിന്നീട് ഭരണത്തിലെത്തുമ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്ക് ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വന്നേക്കും. പക്ഷേ ഭരണത്തിലേറി ഒരു മാസത്തിനിടെ ഇത്രയധികം U-ടേൺ അടിച്ച സർക്കാർ വേറെ ഇല്ല എന്നതാണ് ഈ UDF സർക്കാരിനെ വ്യത്യസ്തമാക്കുന്നത്. നിലപാട് മാറ്റത്തിനൊക്കെ ഒരു പരിധിയില്ലേ, അല്ലെങ്കിൽ വേണ്ടേ എന്ന് ചോദിക്കേണ്ടുന്ന അവസ്ഥയാണ്. PM ശ്രീയിൽ നമ്മൾ കണ്ടതുപോലുള്ള മറ്റൊരു U-ടേൺ ആണ് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കാര്യത്തിലും UDF സർക്കാരിൽ നിന്നുണ്ടാകുന്നത്. പ്രതിപക്ഷത്തിരിക്കെ പിണറായി സർക്കാരിന്റെ അഴിമതിയുടെ പ്രഭവ കേന്ദ്രമെന്നാരോപിച്ച ഊരാളുങ്കൽ സൊസൈറ്റിയെയാണ് ഭരണത്തിലേറിയപ്പോൾ പുകഴ്ത്തി UDF സംസാരിക്കുന്നത്. പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് ഊരാളുങ്കൽ സൊസൈറ്റിക്കെതിരെ ക്രമക്കേട് ആരോപണം ഉന്നയിച്ചെങ്കിലും ഭരണത്തിലേറിയപ്പോൾ നിലപാട് മാറുന്നു. ഊരാളുങ്കലിന് UDF സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ നൽകുന്ന മറുപടിയാണ് ഇന്ന് നിയമസഭയിൽ മന്ത്രിമാർ നൽകിയത്. ഇപ്പോഴത്തെ ഈ പുകഴ്ത്തലിന് മുൻപ് എന്തായിരുന്നു UDF-ന്റെ ഊരാളുങ്കലിനെതിരായ ആരോപണങ്ങളെന്ന് നോക്കാം. പിണറായി സർക്കാരിന്റെ അഴിമതിയുടെ മർമ്മസ്ഥാനവും പ്രഭവ കേന്ദ്രവും ഊരാളുങ്കൽ എന്നായിരുന്നു കോൺഗ്രസിന്റെയും UDF-ന്റെയും ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അതിശക്തമായ ആരോപണമാണ് ഊരാളുങ്കലിനെതിരെ ഉന്നയിച്ചത്. കേരളത്തിൽ ഏറ്റവും അധികം അഴിമതി നടത്തിയത് പിണറായി സർക്കാരാണെന്നും അഴിമതിയുടെ എല്ലാം പ്രഭവ കേന്ദ്രവും മർമ്മസ്ഥാനവും ഊരാളുങ്കലാണെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. കരാറുകൾ ടെൻഡറില്ലാതെ ഊരാളുങ്കലിന് നൽകി. കോടികളാണ് CPM ഇതുവഴി സമ്പാദിച്ചതെന്നും എല്ലാ ഇടപാടുകളും UDF സർക്കാർ അന്വേഷിച്ച് ഉത്തരവാദികളെ കൊണ്ട് മറുപടി പറയിച്ചിരിക്കുമെന്നുമാണ് കോൺഗ്രസ് അന്ന് പറഞ്ഞത്. KM ഷാജി പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഊരാളുങ്കലിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. എല്ലാം ഊരാളുങ്കൽ, അഴീക്കോട് പഞ്ചായത്തിലെ ഇടവഴികൾ പോലും ഊരാളുങ്കൽ, കേരളത്തിലെ അദാനിയാണ് ഊരാളുങ്കൽ എന്നതായിരുന്നു KM ഷാജി അന്ന് ആരോപിച്ചത്. എങ്ങനെയാണോ പ്രധാനമന്ത്രിയുടെ കള്ളപ്പണം അദാനി വെളുപ്പിക്കുന്നത്, അതുപോലെ മുഖ്യമന്ത്രിയുടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഊരാളുങ്കലിലെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഇടമാണ് ഊരാളുങ്കൽ. ഊരാളുങ്കലിന്റെ ഇൻവെസ്റ്റേഴ്സിന്റെ പേര് വെളിപ്പെടുത്താൻ അങ്ങനെ ആവശ്യപ്പെടാൻ CPM നേതാക്കൾക്ക് ധൈര്യമുണ്ടോ എന്നൊക്കെയാണ് KM ഷാജി ചോദിച്ചിരുന്നത്. ഇപ്പോൾ അതേ UDF ഭരിക്കുമ്പോൾ, KM ഷാജിയുടെ പാർട്ടിയുടെ മന്ത്രി വകുപ്പ് ഭരിക്കുമ്പോൾ എന്താണ് നിയമസഭയിൽ ഊരാളുങ്കലിനെ പറ്റി പറയുന്നത് എന്ന് കേൾക്കാം. ഊരാളുങ്കൽ സൊസൈറ്റിയെ പിന്തുണച്ചുകൊണ്ടാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ ഇന്ന് സഭയിൽ സംസാരിച്ചത്. ഊരാളുങ്കൽ സൊസൈറ്റിയുടേത് നിലവാരമുള്ള പ്രവർത്തികളാണെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഊരാളുങ്കലിൻ്റേത് നിലവാരമുള്ള പ്രവർത്തികളാണെന്നും അതുകൊണ്ടാണ് എല്ലാവരും ഊരാളുങ്കലിന്റെ പിന്നാലെ പോയതെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് പ്രത്യേക പരിഗണന നൽകുന്നില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ഊരാളുങ്കലിന് നടപടികൾ പാലിക്കാതെ പ്രവർത്തി അനുവദിച്ചിട്ടില്ല. ഊരാളുങ്കൽ സൊസൈറ്റി ഗുണനിലവാര പരിശോധന കർശനമായി പാലിക്കുന്നുണ്ട് എന്നും PK ബഷീർ ഇന്ന് സഭയിൽ പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളിൽ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തി അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ ഗുണനിലവാര പരിശോധന കർശനമായി പാലിക്കുന്നുണ്ട്. PWD മാനുവൽ, SBD കണ്ടീഷൻ എന്നിവ അനുസരിച്ചാണ് ഇവ നടപ്പിലാക്കുന്നത്. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതായി ക്വാളിറ്റി കൺട്രോൾ മാനുവൽ അവലംബിച്ചു വരുന്നു. ഗുണനിലവാര പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരാറുകാർക്ക് ബിൽ തുക നൽകുന്നത്. പ്രവൃത്തികളുടെ ഗുണനിലവാരം സംബന്ധിച്ച പരാതി ലഭിക്കുകയാണെങ്കിൽ അന്വേഷണം നടത്തുന്നതാണ്.
അപ്പോൾ നടപടിക്രമങ്ങളൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ടെന്നതാണ് പി കെ ബഷീർ ഇന്ന് സഭയിൽ പറയുന്നത്. പ്രവൃത്തിയിൽ ഗുണനിലവാരം സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ അന്വേഷണം നടത്തുമെന്ന് പറയുന്നുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വഴിവിട്ട് പദ്ധതികൾ നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പറയുന്നുണ്ട്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ UDF ആരോപിച്ചതും ഇപ്പോൾ ഭരണപക്ഷ അംഗങ്ങൾ ചോദിച്ചതും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശരിവെച്ചില്ല. ഊരാളുങ്കലിന്റെ കുത്തക ഒഴിവാക്കുമോ എന്ന് VT ബൽറാം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നായിരുന്നു മന്ത്രിയുടെ ഇതിലുള്ള മറുപടി. ഊരാളുങ്കൽ സൊസൈറ്റിയെ മുമ്പ് വിമർശിച്ചിരുന്നവർക്ക് ഇപ്പോൾ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതിൽ സന്തോഷമുണ്ട് എന്നതാണ് മുൻമന്ത്രി VN വാസവന്റെ ഇതിനോടുള്ള പ്രതികരണം. ലോകോത്തര പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഊരാളുങ്കൽ സൊസൈറ്റി സഹകരണ മേഖലയുടെ അഭിമാനമാണ്. ഏറ്റെടുത്തിട്ടുള്ള എല്ലാ പ്രവർത്തികളും ഭംഗിയായി ചെയ്തിട്ടുള്ള ചരിത്രമാണ് ഊരാളുങ്കലിൻ്റേത്. പ്രതീക്ഷിച്ചതിൽ കഴിഞ്ഞ് ലഭിച്ച ലാഭം സർക്കാരിലേക്ക് തിരിച്ചടച്ചിട്ടുള്ള സ്ഥാപനം കൂടിയാണ് ഊരാളുങ്കൽ എന്നും VN വാസവൻ മറുപടി പറഞ്ഞു. വിമർശനം ഉയർത്തിയവർക്ക് തന്നെ യാഥാർത്ഥ്യബോധത്തോടെ ആ പ്രശ്നത്തെ സമീപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിയുടെ മറുപടിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ലോകോത്തര നിലവാരമുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്തുകൊണ്ട് നിരവധി പുരസ്കാരങ്ങൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഏറ്റുവാങ്ങിയിട്ടുള്ള കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ അഭിമാനമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. അവർക്ക് ഏതാണ്ട് 5000-ൽ പരം കോടി രൂപയുടെ ഓൺഗോയിങ് പ്രോജക്റ്റ് തന്നെ ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ 11,000-ൽ പരം സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്, 2,500-ഓളം എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഇങ്ങനെ എല്ലാ നിലയിലും പരിശോധിച്ചാൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ലോകത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും നല്ല സഹകരണ സംഘങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ അവരെ തിരഞ്ഞെടുത്തിരുന്നത്. അത് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തുണ്ടായിരുന്ന പലർക്കും അത് ബോധ്യപ്പെടാതെ പരിഹാസത്തോടു കൂടി അതിനെ കാണുകയും ചെയ്തിരുന്നു. ഊരാളുങ്കലിന് ടെൻഡറില്ലാതെ കരാർ കൊടുക്കാനുള്ള അക്രഡിറ്റഡ് പദവി നൽകിയത് 2015-ൽ ഉമ്മൻചാണ്ടി സർക്കാരാണ്. അതിനുശേഷവുമൊക്കെയാണ് കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് ഊരാളുങ്കലിനെതിരെയൊക്കെ വലിയ വ്യാപകമായ വിമർശനങ്ങൾ UDFന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടേയിരുന്നത്. തൊഴിലാളികൾക്ക് മാത്രം അംഗത്വമുള്ള സഹകരണ സംഘത്തിന് കരാർ കൊടുക്കുമ്പോൾ അടങ്കൽ തുക കൂട്ടുക മാത്രമാണ് LDF ചെയ്തിരുന്നതെന്ന് CPM അന്നൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉന്നയിച്ച കടുത്ത അഴിമതി ആരോപണങ്ങളിൽ നിന്ന് UDF അതിവേഗം നിലപാടുകൾ മാറ്റുന്നതാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. PK ബഷീർ അടക്കമുള്ള UDF നേതാക്കൾ ഭരണത്തിലെത്തിയപ്പോൾ വിമർശനങ്ങളെല്ലാം അഭിനന്ദനങ്ങളായി മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഊരാളുങ്കലിനെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടവർ തന്നെ ഇപ്പോൾ അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും വിളിച്ചു പറയുന്നതിന്റെ ഉദാഹരണമാണ് ഊരാളുങ്കലിനെതിരായ ആരോപണം. നേതാക്കന്മാർക്ക് ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ എത്ര അറിവും ആത്മാർത്ഥതയും ഉണ്ട് എന്ന ചോദ്യം കൂടി ഊരാളുങ്കലിന്റെ കാര്യത്തിൽ പ്രസക്തമാവുകയാണ്. ഇപ്പോൾ PS പ്രശാന്ത് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. SITയുടെ പുതിയ കേസിൽ പ്രതിചേർക്കപ്പെട്ടതിന് ശേഷം അക്കാര്യത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് നടത്തുന്നത്. അല്ലെങ്കിൽ കാരണം എന്തെന്നറിയാമോ? കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ സ്പോൺസർ എന്നൊക്കെ പറഞ്ഞ് മെയിനേറി നടക്കുന്ന ആളല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഞങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു 13,500-4,000 പേരെ വെച്ചിട്ടില്ലേ അയ്യപ്പ സംഗമം വെച്ചത്. അപ്പോ വലിയ സ്പോൺസറിന് മെയിനി കളിച്ച് നടക്കുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഞങ്ങൾ വിളിച്ചിട്ടില്ല. ഈ അയ്യപ്പ സംഗമത്തെ ഞങ്ങൾ വിളിച്ചിട്ടില്ല. മാത്രമല്ല ഈ ദ്വാരപാലക ശില്പങ്ങൾ അയാളെ കൈ കൊടുത്തുവിടുമെന്ന് പറഞ്ഞാൽ കൊടുത്തുവിട്ടിട്ടുമില്ല. അദ്ദേഹം മാത്രമല്ല ഇതിൽ ഈ റജികുമാർ എന്ന് പറയുന്ന ആളിന്റെ ഗൂഢാലോചനയും പരിശോധിക്കപ്പെടണം. ഇപ്പോഴത്തെ സർക്കാരിന്റെ എന്തെങ്കിലും സമ്മർദ്ദം SITക്ക് മുകളിൽ ഉണ്ടോ? ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ അന്നത്തെ ബോർഡിനെയും കൂടെ പ്രതികരിക്കാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സമ്മർദ്ദം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല അത് വരട്ടെ. ഞാൻ പറയുന്നത് ഗൂഢാലോചന ഉണ്ടെങ്കിൽ എവിടെയാണ് ഈ ഗൂഢാലോചന എന്നുള്ളത് ബഹുമാനപ്പെട്ട SITയുടെ ഉദ്യോഗസ്ഥർ അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് അത് പറയട്ടെ, തെളിവുകൾ വരട്ടെ, നമുക്ക് നോക്കാം. മറ്റൊരു കാര്യം കൂടി ചോദിച്ചത്, ഇപ്പോഴത്തെ ശബരിമല മേൽശാന്തി PD പ്രസാദ് ആ മേൽശാന്തി ആയത് വ്യാജ രേഖകൾ ചമച്ചാണ്. അതിന് കഴിഞ്ഞ ബോർഡ് കൂട്ടുനിന്നു എന്നുള്ളതാണ് ചില വിവരങ്ങൾ പുറത്തു വന്നു. അതിൽ താങ്കൾ ഈ മേൽശാന്തി പട്ടികയിലും വിളിക്കുന്നതിന് വേണ്ടി സുരേഷ് പൊറ്റി എന്ന വ്യക്തിയുടെ കയ്യിൽ 5 ലക്ഷം രൂപ വാങ്ങി. ആ പൊറ്റിയാണ്. അതൊക്കെ അന്വേഷിക്കട്ടെ. എന്ത് അതാണെങ്കിൽ അന്വേഷണം നടക്കട്ടെ. ഞാൻ വാങ്ങിച്ചു എന്നാണോ പറഞ്ഞിരിക്കുന്നത്? പോട്ടെ, അതൊന്നും പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് അന്വേഷിക്കട്ടെ. എല്ലാം അന്വേഷിക്കട്ടെ. അത് വേണമെങ്കിൽ അന്വേഷിക്കട്ടെ. അപ്പൊ ഇതിനപ്പുറം കാണുകയായിരുന്നു. തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഗൂഢാലോചനയുടെ ഭാഗമാണ് പ്രതി ചേർത്തതിൽ ഗൂഢാലോചനയുണ്ട്. എന്തെങ്കിലും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടോ എന്ന കാര്യമൊക്കെ സംശയിക്കുന്നുണ്ട് PS പ്രശാന്ത്.
ഭണ്ഡാരിയെ കണ്ടിട്ടില്ല, അത് പിന്നീട് വാർത്തകളിലൂടെയാണ് അറിഞ്ഞത് എന്നൊക്കെ കാര്യങ്ങളും വിശദീകരിക്കുകയാണ്. എന്തായാലും SITയുടെ നീക്കത്തിൽ പ്രതി ചേർത്തതിൽ ഒക്കെ ഗൂഢാലോചന സംശയിക്കുകയാണ് PS പ്രശാന്ത്. സംഗമം നടത്തുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു ഗരിമയെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ്. PS പ്രശാന്ത് തനിക്കെതിരായ നീക്കത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നത് ആരോപിക്കുകയാണ്. പ്രതി ചേർത്ത സംഭവത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ PS പ്രശാന്ത് നൽകുന്നത്. അടുത്ത ഫോക്കസ് വാർത്തയിലേക്ക്. പശ്ചിമേഷ്യയിൽ 2 ദിവസം നീണ്ടുനിന്ന സംഘർഷാവസ്ഥയ്ക്ക് താൽക്കാലിക ശമനമുണ്ടായിട്ടുള്ള ദിവസമാണ് ഇന്ന്. അമേരിക്കയും ഇറാനും ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള ധാരണയായിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. നാളെ ദോഹയിൽ തുടർ ചർച്ചകൾ നടക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണമാകും ഏറ്റവും പ്രധാനമായും ഇനിയുള്ള യോഗങ്ങളിൽ ചർച്ചയാവുക. ചർച്ച പൂർത്തിയാകുന്നതുവരെ കപ്പലുകൾ സ്വതന്ത്രമായി കടത്തിവിടാനുള്ള ഒരു ധാരണയും അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. എന്നാൽ ഹോർമുസിന്റെ ഭാവി പ്രവർത്തനങ്ങളുടെ അവകാശവാദത്തിൽ നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഇറാൻ നിൽക്കുന്നത്. അത് ചർച്ചകളെ എങ്ങനെ വഴിമാറ്റും എന്നത് വലിയ ആശങ്കയായി തുടരുന്നുമുണ്ട്. അപ്പോൾ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കാം. വീണ്ടും യുദ്ധഭീതി പടർത്തിക്കൊണ്ടാണ് 3 ദിവസമായി ഇറാനും അമേരിക്കയും വെടിനിർത്തൽ ലംഘനം അവിടെ നടത്തിയത്. അത് അവസാനിപ്പിക്കാൻ ഇപ്പോൾ ധാരണയായിരിക്കുന്നു എന്നതാണ് ആശ്വാസകരമായ കാര്യം. പരസ്പരമുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതായി ആക്സിയോസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. അന്തിമ കരാറിലെത്തുന്നത് സംബന്ധിച്ച് ഖത്തറിൽ വെച്ച് ചർച്ച തുടരാൻ തീരുമാനമായിട്ടുണ്ട്. US ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള ആക്സിയോസിന്റെ റിപ്പോർട്ടിൽ ആണ് ഇക്കാര്യങ്ങൾ ആദ്യം പുറത്തുവന്നത്. വെടിനിർത്തൽ ധാരണയിലെത്തിയതിനു പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ US ഇറാനെതിരെ ആക്രമണം ശക്തമാക്കിയിരുന്നു. ഇറാൻ തിരിച്ചടിക്കുകയും മേഖലയിൽ വൻ സംഘർഷം ഉടലെടുക്കുകയും ചെയ്തിരുന്നു. തങ്ങളുടെ ജോലി തീർക്കാൻ അമേരിക്കൻ സൈന്യം നിർബന്ധിതരായാൽ ഇറാൻ ബാക്കിയുണ്ടാവില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി സന്ദേശമുണ്ടായത്. ന്യായവും നീതിയും നോക്കി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായേക്കാം. ഞങ്ങൾ വിജയകരമായി തുടങ്ങിയ ജോലി പൂർത്തിയാക്കാൻ US സൈന്യം നിർബന്ധിതരാകും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടായാൽ ഇറാൻ ബാക്കി ഉണ്ടാകില്ല എന്നതായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഇറാനെതിരെ അമേരിക്ക വീണ്ടും ആക്രമണം നടത്തിയതിന് പിന്നാലെയായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഈ ഭീഷണി മുഴക്കിയത്. US നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് തിരിച്ചടിയായി അതേസമയം ഇറാൻ, ബഹ്റൈൻ, കുവൈറ്റ് രാഷ്ട്രങ്ങൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഡ്രോണും മിസൈലും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഗൾഫ് മേഖലയിൽ വലിയ സംഘർഷം ഇത് ഉണ്ടാക്കി. കുവൈറ്റിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. കുവൈറ്റിലെ അലി അൽ സാലം വ്യോമസേനാ താവളത്തിലും മനാമയിലെ US 5ാം നാവിക വ്യൂഹത്തിനും നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചു. 5 ഇറാനിയൻ തീരദേശ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ബോംബാക്രമണത്തിന് പകരമായാണ് ഈ നടപടിയെന്നും IRGC വ്യക്തമാക്കിയിരുന്നു. US ആക്രമണം തുടർന്നാൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പൂർണ്ണമായും നിർത്തിവെക്കുമെന്നും ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വെടിനിർത്തലിലേക്കുള്ള തിരിച്ചുപോക്കലും സമാധാന ചർച്ചകളുടെ തുടർച്ചയും ഉണ്ടാകുന്നത്. അടുത്ത 60 ദിവസത്തേക്ക് വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ഇറാൻ പരമാവധി ശ്രമിക്കണമെന്ന വ്യവസ്ഥ സമാധാന കരാറിലുണ്ടായിരുന്നു. ഈ കരാറാണ് ഇറാൻ ആദ്യം ലംഘിച്ചത്. ഇതോടെയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതിയും ആശങ്കയും ശക്തമായത്. ഹോർമുസിന്റെ നടത്തിപ്പിലെ പിടി അയക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായ പ്രശ്നം. ഇപ്പോൾ വെടിനിർത്തലിലേക്ക് തിരിച്ചു പോവുകയും ചർച്ചകൾ പുനരാരംഭിക്കാൻ തീരുമാനിക്കുമ്പോഴും നിലപാടിൽ പക്ഷേ ഇറാൻ പിന്നോട്ടില്ല. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവും ഉത്തരവാദിത്വവും പൂർണ്ണമായും ഇറാന്റേതായിരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രച്ചി ഇപ്പോഴും അവകാശപ്പെടുകയാണ്. ഈ ജലപാതയിൽ ഇറാൻ നിർദ്ദേശിക്കുന്ന മാർഗം മറികടക്കാൻ നടത്തുന്ന ഏതൊരു ശ്രമവും വലിയ സംഘർഷത്തിലേക്ക് നയിക്കുമെന്നും സംഘർഷം രൂക്ഷമാകുന്നതിന് കാരണമാകുമെന്നും അഗ്രച്ചി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ സമാധാന ചർച്ചകൾക്ക് സന്നദ്ധമെന്ന് പറയുമ്പോൾ പോലും ഇറാൻ ഹോർമുസ് കൈവിടില്ല എന്നത് വ്യക്തമാക്കുകയാണ്. അത് എന്താകും ഈ സമാധാന ചർച്ചകളുടെ ഭാവി എന്ന ആശങ്ക ഉയർത്തുന്നുണ്ട്. മറ്റൊന്ന് ലെബനനാണ്. ലെബനൻ സംഘർഷവും അയയുന്നില്ല. ദക്ഷിണ ലെബനനിലെ
മജ്ദൽ സൗണ്ട് ഗ്രാമത്തിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന ഒരു ഭൂഗർഭ കേന്ദ്രം ഇസ്രയേൽ സൈന്യം വ്യോമാക്രമണത്തിൽ തകർത്തു എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും അറിയിച്ചിരിക്കുന്നു. ഏകദേശം 200 മീറ്റർ നീളമുള്ള തുരങ്കമാണ് ഈ ആക്രമണത്തിൽ തകർത്തതെന്നാണ് അവകാശവാദം. 100 കണക്കിന് ആയുധങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും തുരങ്കത്തിനുള്ളിൽ ഉണ്ടായിരുന്നുവെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട്. ആക്രമണത്തിന് മുൻപ് ഈ വിവരം അമേരിക്കയെ അറിയിച്ചിരുന്നുവെന്നും ഇസ്രയേൽ വ്യക്തമാക്കുന്നു. അതായത് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അമേരിക്ക അറിഞ്ഞുകൊണ്ടോ ആണ് ഈ ആക്രമണം ലെബനനിൽ നടത്തിയിരിക്കുന്നതെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഏകദേശം 200 മീറ്റർ നീളമുള്ള തുരങ്കം ആണ് ആക്രമണത്തിൽ പൂർണ്ണമായും ഇസ്രയേൽ തകർത്തിരിക്കുന്നത്. 100 കണക്കിന് ആയുധങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും തുരങ്കത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അതിർത്തിയിലെ സംഘർഷം കുറയ്ക്കാൻ യുഎസിന്റെ മധ്യസ്ഥതയിൽ സുരക്ഷാ ക്രമീകരണത്തിന് ലെബനനും ഇസ്രയേലും ധാരണയിലെത്തി 2 ദിവസം പിന്നിടുമ്പോഴാണ് ഈ പുതിയ ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കരാർ പ്രകാരം ദക്ഷിണ ലെബനനിലെ ചില മേഖലകളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം ഘട്ടം ഘട്ടമായി പിൻവാങ്ങുകയും അവിടെ ലെബനൻ സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്യുക എന്നതായിരുന്നു തീരുമാനം. എന്നാൽ വിപുലീകരിച്ച സുരക്ഷാ മേഖലയിലെ ചില ഭാഗങ്ങളിൽ ഇസ്രയേൽ സേന തുടരുകയും ചെയ്യുമെന്നത് പറയുന്നു. ഇസ്രയേലിന്റെ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനം എന്നതാണ് ഇപ്പോൾ കാണേണ്ടത്. ഹിസ്ബുള്ള അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. വെടിനിർത്തൽ ഇതുവരെ പാലിച്ച തങ്ങൾ എല്ലാ ലംഘനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്നതുമാണ് ഹിസ്ബുള്ള ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ ഇസ്രയേലിന് കീഴടങ്ങുന്നതിന് തുല്യമാണെന്ന് വിമർശിച്ച ഹിസ്ബുള്ള നേതാവ് കരാറിനെ ഇപ്പോൾ തള്ളുകയും ചെയ്യുകയാണ്. സായുധ ചെറുത്തുനിൽപ്പ് തുടരുമെന്ന കാര്യം കൂടി ഹിസ്ബുള്ള വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ലെബനനിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതോടെ അവിടെ ഉണ്ടായിരിക്കുന്ന സമാധാന കരാറും പാഴാവുകയാണ്. കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നതിന്റെ സൂചനകളാണ് ഹിസ്ബുള്ളയുടെ പ്രതികരണത്തിൽ കൂടി വ്യക്തമാകുന്നത്. ഹോർമുസിലെയും ലബനനിലെയും കുരുക്കഴിക്കുക എളുപ്പമല്ല എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. കാരണം ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ലെബനൻ വിഷയവും കൂടി ഇറാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഉണ്ടാകുന്ന കരാർ ലംഘനവും ഈ സമാധാന കരാറിനെ ബാധിക്കും. അപ്പോൾ ഹോർമുസ് ലബനൻ വിഷയങ്ങൾ അത് പരിഹരിക്കുക വലിയ ബുദ്ധിമുട്ടായി തന്നെ തുടരുകയാണ്. സമാധാനം ഇപ്പോൾ അവിടെ തുടരുന്നത് എത്ര ദിവസം എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്ന സാഹചര്യമാണ്. നമുക്കറിയാം വെടിനിർത്തൽ അത് പലപ്പോഴും ലംഘിക്കപ്പെട്ട് വലിയ സംഘർഷത്തിലേക്ക് പോകുന്നു. പക്ഷേ തിരിച്ചു വരുന്നു, വീണ്ടും ചർച്ചകൾ നടക്കുന്നു എന്നത് മാത്രമാണ് ആശ്വാസം. പക്ഷേ പരിഹരിക്കാനാകാതെ തുടരുന്നത് ഈ ഹോർമുസുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അവിടെ ഇറാൻ ഒരു പിന്മാറ്റത്തിനും തയ്യാറല്ല എന്നതിൻ്റെ സൂചനകൾ ആവർത്തിച്ച് നൽകുമ്പോൾ എത്ര ദിവസം ഇനി ഈ സമാധാനം തുടരും എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. കറാച്ചിയിൽ നടന്ന ആക്രമണത്തിന് അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ തിരിച്ചടി നൽകിയിരിക്കുന്നു. 29 ഭീകരരെ വധിച്ചു എന്നതാണ് അവകാശവാദം. പാകിസ്ഥാന്റേത് ഭീരുത്വം എന്നാണ് താലിബാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ ഇപ്പോൾ പാക് അഫ്ഗാൻ പോര് ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ ശക്തമാകുന്നതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ കറാച്ചിയിൽ അർദ്ധ സൈനിക വിഭാഗമായ സിന്ധ് റേഞ്ചേഴ്സിന്റെ ആസ്ഥാനത്താണ് ഭീകര സംഘടനയായ തെഹ്രികെ താലിബാൻ പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. സ്ഫോടക വസ്തു നിറച്ച വാഹനം കെട്ടിടത്തിനകത്തേക്ക് ഇടിച്ചു കയറ്റി നടത്തിയ സ്ഫോടനത്തിൽ 4 സൈനികരാണ് കൊല്ലപ്പെട്ടത്. തുടർന്ന് പാക് സൈന്യവും സിന്ധ് റേഞ്ചേഴ്സും നടത്തിയ പ്രത്യാക്രമണത്തിൽ ഭീകരരെ വധിക്കുകയും ചെയ്തിരുന്നു. കറാച്ചിയിൽ നടന്ന ഏറ്റുമുട്ടൽ ഏതാണ്ട് 1.5 മണിക്കൂറോളം നീണ്ടുനിന്നതായാണ് റിപ്പോർട്ട്. പരിക്കേറ്റ ഒരു അഫ്ഗാൻ പൗരനെ പാകിസ്ഥാൻ പിടികൂടുകയും ചെയ്തിരുന്നു. ഇതിന് പ്രതികാരമായാണ് അഫ്ഗാൻ അതിർത്തി കടന്ന് പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചടി നൽകിയിരിക്കുന്നത്. അഫ്ഗാനിലെ പക്തിയ, കുനാർ മേഖലകളിൽ പാകിസ്ഥാന്റെ കനത്ത വ്യോമാക്രമണം നടന്നുവെന്നതാണ് റിപ്പോർട്ട്. ഈ മേഖലകളിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു പാക് മന്ത്രിയായ അതൊള്ള തരാർ പറഞ്ഞത്. ആക്രമണത്തിൽ 29 ഭീകരർ കൊല്ലപ്പെട്ടതായും പാക് മന്ത്രി അവകാശപ്പെട്ടു. കിഴക്കൻ അഫ്ഗാനിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടതായും ഒട്ടേറെ പേർക്ക് പരിക്കേറ്റതായും താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFPയോട് പറഞ്ഞു. പാകിസ്ഥാന്റേത് ഭീരുത്വം നിറഞ്ഞ പ്രവൃത്തിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്ന TTP കറാച്ചിയിലെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു. പാകിസ്ഥാനിൽ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്ന TTPക്ക് സംരക്ഷണം നൽകുന്നത് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടമാണെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. ഇതേ ചൊല്ലി 2025 ഒക്ടോബർ മുതൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നിരന്തരം സംഘർഷം നടന്നുവരികയായിരുന്നു.
ഇപ്പോൾ കറാച്ചിയിലെ ആക്രമണത്തിൽ ഇന്ത്യയെ ബന്ധിപ്പിച്ച് പാകിസ്ഥാൻ ആരോപണം ഉന്നയിച്ചിരുന്നു. കറാച്ചിയിലുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാകിസ്ഥാന്റെ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് പാകിസ്ഥാൻ ഉന്നയിക്കുന്നതെന്നും ഇവയെ ഇന്ത്യ തള്ളിക്കളയുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് പ്രസ്താവനയിൽ അറിയിച്ചത്. സ്വന്തം അതിർത്തിക്കുള്ളിലെ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ പ്രസ്താവനയിൽ ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. പാകിസ്ഥാൻ താലിബാന്റെ ഒരു വിഭാഗമായ ജമാഅത്ത് ഉൽ അഹ്റാർ എന്ന ഭീകര സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് പകരം സ്വന്തം മണ്ണിലെ ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരെ വിശ്വസനീയമായ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണം എന്നതും കൂടിയായിരുന്നു രൺധീർ ജയ്സ്വാൾ ഈ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടത്. ഭീകരവാദത്തെ ഭരണകൂടം നയമായി ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ നിർത്തലാക്കണമെന്നും ഇന്ത്യ ഓർമ്മിപ്പിച്ചു. സ്വന്തം രാജ്യത്തിനുള്ളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പകരം അയൽ രാജ്യങ്ങളെ കുറ്റപ്പെടുത്തുന്ന ശൈലി പാകിസ്ഥാൻ തുടരുകയാണ് എന്നും ഈ വിഷയത്തിൽ ഇന്ത്യ കുറ്റപ്പെടുത്തിയിരുന്നു. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളായി അഫ്ഗാനിൽ നിന്നുണ്ടാകുന്ന ഇത്തരം തിരിച്ചടികൾക്ക് ഇന്ത്യയെ പഴിചാരുന്ന ഒരു ശീലം പാകിസ്ഥാനുണ്ട്. ഇന്ത്യയാണ് അതിന് പിന്നിൽ എന്ന ആരോപണം പാകിസ്ഥാൻ ശക്തമാക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ശക്തമായ മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പാകിസ്ഥാനിൽ വർദ്ധിച്ചു വരുന്ന ഭീകരാക്രമണങ്ങൾക്ക് മറുപടിയായാണ് അതിർത്തിയിലെ സൈനിക നീക്കമെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നു. പാകിസ്ഥാൻ വാർത്താവിനിമയ മന്ത്രി അട്ടാവുള്ള തരാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ താലിബാന്റെ താവളങ്ങളെയാണ് സൈന്യം ലക്ഷ്യമിട്ടത്. അഫ്ഗാൻ താലിബാന്റെ സഖ്യകക്ഷിയാണെങ്കിലും TTP പ്രത്യേക വിഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. TTP ഭീകരർക്ക് അഫ്ഗാൻ ഭരണകൂടം അഭയം നൽകുന്നുവെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് ആരോപണം ഉന്നയിക്കുന്നുണ്ട് എങ്കിലും കാബൂൾ ഈ ആരോപണങ്ങളൊക്കെ നിഷേധിക്കുകയുമാണ്. എന്തായാലും പാകിസ്ഥാനിലെ സൈനിക നീക്കം പാകിസ്ഥാൻ കടുപ്പിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തിയിൽ നിരന്തരമായ ചെറിയ ചെറിയ ഏറ്റുമുട്ടലുകൾ നടത്തുന്നുണ്ട്. വലിയ ഏറ്റുമുട്ടലുകൾ എന്തായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടാകുന്നത്. ചൈനയുടെ മധ്യസ്ഥതയിൽ ഏപ്രിലിൽ സമാധാന ശ്രമങ്ങൾ നടന്നുവെങ്കിലും ഇതുവരെ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ ഇരു രാഷ്ട്രങ്ങൾക്കും സാധിച്ചിട്ടില്ല. ഇപ്പോൾ കറാച്ചിയിലെ ആക്രമണം, അതിന് പിന്നാലെ അഫ്ഗാനിൽ തിരിച്ചു കയറിയുള്ള പാകിസ്ഥാന്റെ തിരിച്ചടി, അത് നയതന്ത്ര ബന്ധങ്ങൾ വഷളാക്കിയിരിക്കുകയാണ്. എന്താണ് മേഖലയിൽ സംഭവിക്കാൻ പോകുന്നത്, അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങളും ഉടലെടുക്കുകയാണ്. അതാണ് നമ്മളുടെ ഇന്നത്തെ ഫോക്കസ് വാർത്തകൾ. നേരം വൈകുന്നേരത്തിൻ്റെ സമയം അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ലൈവ് അറ്റ് 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.